മച്ചന്മാരെ നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരെ കൊണ്ട് പറ്റുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമ്മളെ ഒരു അക്കൗണ്ടിൻ്റെ പേര് വരുന്നത് റെഡ് റെയിൻ ആണ്. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരത്തെ വെക്കുക. ഇനി വരും വീഡിയോകൾ നമ്മൾ മറ്റേ ഡയമണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സ്പിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിന് വന്നത് ഒരു ഫാക്ടറിയിലാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് വന്നൊരു വലിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗണ്ണ് കിട്ടിയില്ല. അന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് മെല്ലെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് റൗണ്ട് വരുന്നത് ഒരു ബർമുഡ കലഹാരി അല്ല, ബർമുഡയിൽ തന്നെ എന്നിട്ട് നമ്മളൊരു UMP എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ല റഷ് ചെയ്ത് കളിക്കാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ UMP എടുത്ത് നമ്മൾ നല്ല ഫുൾ ഇൻഹേലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ മെല്ലെ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം 4 സ്ക്വാഡ് ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ റഷ് ചെയ്ത് നമ്മൾ നേരെ ഈ ഒരു പടി കയറി നേരെ റഷ് ചെയ്യാണ്. പക്ഷേ നമുക്ക് നമ്മൾ കയ്യിലൊരു UMP ഉണ്ട്. നമ്മൾ കയ്യിൽ UMP എടുത്ത് നമുക്കൊരു ഇടയ്ക്ക് ഒരു M10 കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ല അടിച്ച് സൈഡിൽ കൂടിയാണ് പോയത്. പക്ഷേ ജസ്റ്റ് ഒന്ന് മിസ്സായി. അപ്പം നമ്മൾ നേരെ അടിച്ചപ്പോൾ ഒരു നോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്ക് വന്നപ്പോഴാണ് ബാക്കിലൊന്ന് അടി വന്നത്, നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ ബാക്ക് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും തോറ്റുപോയി. നമ്മൾ അടുത്ത കളി പിടിക്കുക എന്നുള്ള ഒരേ ഒരു മൈൻഡിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് നമ്മൾ നല്ലൊരു ഗണ്ണ് നമ്മൾ XM8 ഇടുക. അപ്പോൾ നമ്മൾ XM8ഉം വെസ്റ്റും കാര്യങ്ങളും ഫുള്ള് മാക്സാക്കി ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈക്കും കാര്യങ്ങളും നെക്കി പിടിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പീഡിൽ പോകേണ്ട XM8 നമ്മൾ നല്ല റഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി പ്രോ പ്ലെയറും കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല അടിപൊളി ഹെഡ് ഷോട്ട് കയറിയിട്ടുണ്ട്. അവിടെ നോക്ക കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കില്ല് ഫിനിഷ് ചെയ്ത് നമ്മൾ മെല്ലെ ഓരോ ബാക്ക് നേരത്തെ അടിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ മെല്ലെ അടിച്ച് ഇൻഹേലർ ഉണ്ടായിന്. അപ്പം നമ്മൾ അടിച്ച് ഇനിയിപ്പോൾ ഓനും കൂടി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലീഡാവും. അപ്പം അതിൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ നമ്മൾ 3-1 ആണ്, നമുക്ക് 3 ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇമോട്ടും കാര്യങ്ങളിട്ട് നമ്മൾ ഫുൾ ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കളി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പുതിയൊരു ബർമുഡയിലെ ഒരു അണ്ടർ വാട്ടർ ഇവൻറ്റ് കാരണം ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു ഇവൻറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അണ്ടർ വാട്ടറിൻ്റെ ഇങ്ങനത്തെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും എടുത്തെന്ന് വിചാരിക്കണം. എടുത്തവരും ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ കളിക്കണേ നമുക്ക് നമ്മൾ എത്രത്തോളം കില്ലടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കില്ല് ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാം ജസ്റ്റ് നോക്കാക്കി ഹെഡ് ഷോട്ടൊക്കെ കയറിയിട്ടുള്ളത്. ഓൻ്റെ 2 ഹെഡ് ഷോട്ട് കയറി. അപ്പോൾ ഒരുത്തൻ സൈഡിൽ നിന്ന് അടിക്കുന്നത് ജസ്റ്റ് നമ്മൾ ഷോട്ട് ചെയ്ത് പിന്നെ ജസ്റ്റ് ഇൻഹേൽ ചെയ്ത് നമ്മൾ ലൈഫും കാര്യങ്ങൾ കുറച്ച് കുറവേനും. അപ്പോൾ നമ്മളെ ടീമേറ്റ് നോക്കായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി അവിടെ ഒരു സ്പോട്ടിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നോക്കാക്കി നമ്മൾ കില്ല് മാക്സിമം ഫിനിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അന്നപ്പം നമ്മൾ കില്ല് ഫിനിഷ് ആക്കി. ഇനി നമ്മൾ ഒരുത്തനും കൂടിയുള്ള ഓനെ കൂടി നമ്മൾ സ്പോട്ട് ചെയ്യണത്. ഓനെ കൂടി എടുത്താൽ നമ്മൾ ഏസാണ് ഗായ്സ്. അപ്പോൾ നാളെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, നമ്മൾ ബുയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ ബൈ.